ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് എങ്ങനെ മട്ടൻ പുലാവ് ഉണ്ടാക്കാമെന്ന് നോക്കാം അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാനിവിടെ ഒരു 5 കപ്പ് റൈസ് എടുത്തിട്ടുണ്ട്. അത് ഞാനിവിടെ ഒരു അരമണിക്കൂർ വെള്ളത്തിലിട്ടിട്ട് കുതിർക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ ബസുമതി റൈസാണ് എടുത്തിട്ടുള്ളത്. പുലാവ് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നമ്മൾ ബസുമതി റൈസ് ഉണ്ടാക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഞാനിവിടെ ടിൽഡേഡാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊരു അരമണിക്കൂർ കുതിർത്താൽ നമുക്ക് നല്ല റൈസായിട്ട് കിട്ടും. അപ്പോൾ ഞാനിതോടെ ഒരു അരമണിക്കൂർ വെള്ളത്തിലിട്ടിട്ട് കുതിരാൻ വെക്കുകയാണ്. ഇനി നമുക്ക് മട്ടൻ ഒന്ന് നല്ലപോലെ വൃത്തിയാക്കി കഴുകാം ഈ സമയം കൊണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു 1.5 കിലോ മട്ടൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ 1 കിലോ അരിക്ക് 1.5 കിലോ മട്ടൻ എന്നുള്ളൊരു റേഷ്യോയിലാണ് ഞാനിവിടെ എടുക്കുന്നത്. മട്ടൻ കൂടുതലായിട്ടാണ് ഞാൻ എടുക്കുന്നത്. എനിക്ക് എപ്പോഴും അതാണ് ബെറ്ററായിട്ട് തോന്നിയിട്ടുള്ളത്. പിന്നെ ഞാനിവിടെ മട്ടൻ മസാല തയ്യാറാക്കാനായിട്ട് നമുക്കിവിടെ ഒരു 4 സബോള, ഒരു മീഡിയം സൈസ് സബോളയാണ്. അപ്പോൾ ഒരു 4 സബോള ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഒരു 4 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ ഒരു കഷ്ണം ഇഞ്ചിയും ഒരു കുടം വെളുത്തുള്ളിയും. ഇത് നമുക്കൊന്ന് ചതച്ചെടുക്കണം. പിന്നെ ഒരു 4 ടേബിൾ ടീസ്പൂൺ തൈര്. പിന്നെ നമുക്ക് വേണ്ടത് മസാലപ്പൊടികളാണ്. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ മീറ്റ് മസാല. അത് നമുക്ക് മീറ്റ് മസാല അല്ലെങ്കിൽ ഗരം മസാല അല്ലെങ്കിൽ നമുക്ക് മട്ടൻ മസാല പൗഡർ എന്ന് പറഞ്ഞിട്ട് അതും വാങ്ങാൻ കിട്ടും. ഇതൊന്നുമില്ലെങ്കിൽ നമുക്ക് വീട്ടിൽ പൊടിച്ചത് നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ നമുക്ക് വേണ്ടത് നെയ്യാണ്. നെയ്യ് എപ്പോഴും ക്വാളിറ്റി ഉള്ള ഗീ നോക്കിയിട്ട് എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. കാരണം റൈസിന് എപ്പോഴും ടേസ്റ്റ് കൂട്ടുന്ന ഒരു ഇൻഗ്രീഡിയൻസ് ആണ് ഗീ. അപ്പോൾ അത് നല്ല ക്വാളിറ്റി ഉള്ളത് ചേർത്താൽ നമുക്ക് ചോറിന് ടേസ്റ്റ് കൂടും. പിന്നെ നമുക്ക് ആവശ്യം കുറച്ച് ഉപ്പാണ്. ഉപ്പ് ആവശ്യത്തിന് ചേർക്കാനായിട്ട് മാറ്റി വയ്ക്കുക. പിന്നെ നമുക്ക് ചോറ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 3 ബേ ലീവ്സ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 4 ഏലക്ക, പട്ട ഒരു 2 ചെറിയ കഷ്ണം, പിന്നെ ജാതിപത്രി 2 പീസ്, പിന്നെ ഒരു സ്റ്റാർ അനസ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ കുറച്ച് ഗ്രാമ്പു, ഒരു 4-5 ഗ്രാമ്പു, കുറച്ച് മല്ലിയില, കുറച്ച് പുതിനയില, പിന്നെ ഒരു ജാതിക്ക എടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് ചതച്ചിടണം. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് ഞാനിവിടെ ചോറ് തയ്യാറാക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു പാൻ എടുത്തിട്ട് നമുക്ക് മട്ടൻ ആദ്യം തയ്യാറാക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ ഒരു 2 ടേബിൾ ടീസ്പൂൺ ഗീ ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന സബോള ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ചെറുതായി അരിഞ്ഞു വെച്ചേക്കുന്ന പച്ചമുളക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി അത് നമ്മൾ തൊലി കളഞ്ഞിട്ട് ഇപ്പോൾ ചതച്ച് എടുത്തിട്ടുണ്ട്. അതും ഒന്ന് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇത് നന്നായിട്ട് വഴന്ന് വരാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാനിവിടെ ആവശ്യമുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ആദ്യം ഇപ്പോൾ 1 ടേബിൾ ടീസ്പൂൺ ഉപ്പ് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ സബോളയൊക്കെ ഒന്ന് വഴന്ന് വരുന്ന സമയത്ത് മാത്രം നമുക്ക് ഇതിലേക്ക് മറ്റുള്ള മസാലപ്പൊടികൾ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ആദ്യം തന്നെ ഇതിലേക്ക് മീറ്റ് മസാല 1 ടീസ്പൂൺ മീറ്റ് മസാല ഇട്ട് കൊടുത്തു. പിന്നെ ഞാനിവിടെ ഒരു 3 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. ശരിക്കും 3 ടീസ്പൂൺ മല്ലിപ്പൊടി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് 1.5 ടീസ്പൂണ് മുളക് പൊടി ചേർക്കണം. പക്ഷേ ഞാനിവിടെ നമ്മൾ ഒരുമിച്ചിട്ടിട്ടാണ് ഇപ്പോൾ ഈ പുലാവ് തയ്യാറാക്കുന്നത്. മട്ടനും റൈസും ഒരുമിച്ചിട്ടിട്ടാണ് പുലാവ് തയ്യാറാക്കുന്നത്. അതുകൊണ്ട് തന്നെ അധികം എരിവ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ 1.5 ടീസ്പൂൺ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കണില്ല. 1 ടീസ്പൂൺ മുളക് പൊടി ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. പിന്നെ ഇവിടെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് തൈര് വേണം. അപ്പോൾ ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം മാത്രം നമ്മൾ ഇതിലേക്ക് തൈര് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഈ പൊടികളൊക്കെ ഒന്ന് റോസ്റ്റ് ചെയ്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് ഒരു 4 ടേബിൾ ടീസ്പൂൺ തൈര് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ പുലാവ് ഉണ്ടാക്കുമ്പോൾ ഒരിക്കലും തക്കാളി ചേർത്ത് കൊടുക്കില്ല. തക്കാളിക്ക് പകരം നമ്മൾ തൈര് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അതാണ് മെയിനായിട്ട് ബിരിയാണിയിൽ നിന്നും പുലാവിനുള്ളൊരു വ്യത്യാസം. നമ്മൾ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ തക്കാളി ആയിരിക്കും കൂടുതൽ ആഡ് ചെയ്ത് കൊടുക്കുക. പുലാവിന് ഒരിക്കലും നമ്മൾ തക്കാളി ആഡ് ചെയ്ത് കൊടുക്കണ്ട. നമ്മൾ തൈര് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഒരു 4 ടേബിൾ ടീസ്പൂൺ തൈര് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് കഴുകി മാറ്റി വെച്ചേക്കുന്ന മട്ടൻ ആഡ് ചെയ്ത് കൊടുക്കുക.
നമ്മളിപ്പോൾ സാധാരണ മട്ടൻ കറി ഉണ്ടാക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ട് കുറച്ച് മസാലകളൊക്കെ ഇവിടെ ചേർക്കുന്നുള്ളൂ. നമ്മൾ സാധാരണ 1.5 കിലോ മട്ടനൊക്കെ കറി വയ്ക്കുകയാണെങ്കിൽ കൂടുതൽ മസാലപ്പൊടികൾ ചേർക്കും. പക്ഷേ ഇത് റൈസ് ഒരുമിച്ചിട്ടിട്ട് വേവിക്കുമ്പോൾ നമുക്ക് അധികം എരിവ് മസാലകളൊന്നും ഇല്ലാണ്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് മസാല ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം മട്ടന് ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ ഇതിലേക്ക് വെള്ളം ചേർക്കണം. 1/4 കപ്പ് വെള്ളം മാത്രം ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ മട്ടൻ വേവാനുള്ള വെള്ളം മാത്രം ചേർത്ത് കൊടുത്താൽ മതി, അധികം വെള്ളം ചേർത്ത് കൊടുക്കേണ്ട കാര്യമില്ല. പിന്നെ നിങ്ങൾ ഇടയ്ക്കൊന്ന് മൂടി തുറന്നിട്ട് വെള്ളം വറ്റി, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ഹൈ ഫ്ലെയിമിലൊക്കെ ഇടുകയാണെങ്കിൽ ചിലപ്പോൾ വെള്ളം വേഗം വറ്റിപ്പോവും. അപ്പം നിങ്ങളത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ മൂടി തുറന്നിട്ട് വെള്ളം വറ്റുകയാണെന്ന് കണ്ടാൽ നിങ്ങൾ ആവശ്യത്തിന് കുറച്ച് 1/4 കപ്പ് വെള്ളം കൂടിയൊക്കെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പം ഞാനിവിടെ 1/4 കപ്പ് വെള്ളം ചേർത്തിട്ട് നല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് മൂടി വെക്കുകയാണ്. ഇത് തിളച്ച് കഴിഞ്ഞാൽ നമുക്കിത് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മൾ ഇടയ്ക്കൊന്ന് മൂടി തുറന്നിട്ട് ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് നമ്മളൊന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുക്കണം, കാരണം അടിയിലൊന്നും പിടിക്കാണ്ടിരിക്കാനാണ്. പിന്നെ ഇത് കുക്കറിലൊന്നല്ല നമ്മൾ പാനിലിട്ട് വേവിക്കുന്നത് കൊണ്ട് ഏകദേശം ഒരു 40 മിനിറ്റോളമൊക്കെ വരും ഇത് നല്ല വെന്ത് കിട്ടാനായിട്ട്. അപ്പോൾ ഇപ്പോൾ ഇവിടെ മട്ടൻ നന്നായി വെന്തിട്ടുണ്ട്. വെള്ളമൊക്കെ ആവശ്യത്തിനുള്ളോ, വെള്ളമൊന്നും അധികമില്ല, വെള്ളമൊക്കെ വറ്റി നല്ല ഇതിൽ വെന്ത് കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഇനി നമുക്ക് ഇതിലേക്ക് റൈസ് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ റൈസ് ആഡ് ചെയ്യുന്നതിനേക്കാളും മുന്നേ നമ്മൾ ആദ്യം ഒരു പാനിൽ അരി നമ്മളിപ്പോൾ അളന്നെടുത്തേക്കണത് 5 കപ്പാണ്. അപ്പോൾ നമ്മൾ അരിയുടെ ഇരട്ടി വെള്ളം തന്നെ വേണം. ഒരു 10 കപ്പ് വെള്ളം നമ്മളൊരു പാനിൽ ഒഴിച്ചിട്ട് ഒന്ന് ചൂടാക്കല്ല, തിളപ്പിക്കുക തന്നെ വേണം. തിളപ്പിച്ചിട്ട് നമുക്ക് ഈ മട്ടനിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ തിളച്ച വെള്ളം വേണം നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട്, കാരണം വെന്ത മട്ടൺ ആയതുകൊണ്ട് നമ്മൾ പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കണ്ട, തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഈ സമയത്ത് നമ്മൾ ഉപ്പ് കുറവുണ്ടോ എന്ന് നോക്കണം. ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം. അതിലേക്ക് നമ്മൾ മാറ്റി വച്ചേക്കുന്ന ബേ ലീവ്സ് 3 എണ്ണം, പിന്നെ ഏലക്ക ഒരു 4 എണ്ണം, അതേപോലെ തന്നെ കറുവാപ്പട്ട ഒരു 2 ചെറിയ കഷ്ണം, പിന്നെ ജാതിക്ക ഒരെണ്ണം പൊടിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക, പിന്നെ ജാതിപത്രി 2 പീസ്, പിന്നെ ഗ്രാമ്പു ഒരു 4-5 എണ്ണം, പിന്നെ സ്റ്റാർ അനസ് ഒരെണ്ണം, പിന്നെ സജീര ഒരു 1/2 ടീസ്പൂണ്. നേരത്തെ ഞാൻ പറഞ്ഞപ്പോൾ സജീര കാണിച്ചെങ്കിലും സജീരയുടെ പേര് പറയാൻ മറന്നു. അപ്പോൾ സജീര ഒരു 1/2 ടീസ്പൂണ്, പിന്നെ മിൻറ്റ് ലീവ്സ്, പിന്നെ കൊറിയാൻഡർ ലീവ്സ് കുറച്ച്. ഇത്രയും ഇൻഗ്രീഡിയൻസ് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഇനി നമ്മൾ ഇതിലേക്കാണ് അരി ഇട്ട് കൊടുക്കാൻ പോണത്. അപ്പോൾ നമ്മൾ അരി ഇപ്പോൾ അരമണിക്കൂറിന് കഴിഞ്ഞ് വെള്ളമൊക്കെ വാർത്ത് കളഞ്ഞ് ആ അരി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതൊന്നും കൂടി മിക്സാക്കിയിട്ട് നമ്മൾ മൂടി വെച്ചിട്ട്, ഇപ്പം നമ്മൾ ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുത്തുന്നുണ്ടെങ്കിലും ഈ അരി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളം ഒന്നും കൂടി തിളയ്ക്കണം. അപ്പോൾ ഇത് തിളയ്ക്കണ വരെ നമ്മളിത് ഹൈ ഫ്ലെയിമിൽ ഇടാം. തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം. അതിനുശേഷം ഈ വെള്ളം വറ്റി തുടങ്ങുന്ന സമയത്ത് വീണ്ടും ഫ്ലെയിം ലോ ഫ്ലെയിമിലേക്ക് ചേഞ്ച് ചെയ്യണം. അങ്ങനെ 3 സ്റ്റെപ്പായിട്ട് ഫ്ലെയിം നമ്മൾ ചേഞ്ച് ചെയ്ത് കൊടുത്തിട്ട് വേണം ഇത് വേവിക്കാനായിട്ട്. അപ്പോൾ നമ്മളിതിപ്പോൾ ഒന്ന് മൂടി വെച്ചിട്ട് ആദ്യം ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് വെള്ളം ഒന്ന് തിളയ്ക്കാൻ വെക്കുക. തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിൻ്റെ ഫ്ലെയിം ഒന്ന് കുറച്ചിട്ട് ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം. അങ്ങനെ ചെയ്താൽ നമുക്ക് ഒരിക്കലും ചോറ് അടിയിലൊന്നും കരിയില്ല. അപ്പോൾ നമ്മളിപ്പോൾ ആദ്യം ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വെള്ളം തിളച്ച് കഴിഞ്ഞപ്പോൾ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി, പിന്നെ ഇതേ സമയമാകുമ്പോൾ നമ്മൾ വീണ്ടും ലോ ഫ്ലെയിമിലേക്ക് മാറ്റുക. അതിനുശേഷം ഒരു 5-6 മിനിറ്റിനുള്ളിൽ നമുക്ക് ചോറ് റെഡി ആയിരിക്കും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട്. അപ്പോൾ ഇപ്പോൾ ചോറിൻ്റെ അടിയൊന്നും ഇങ്ങനെ ചെയ്താൽ ഒട്ടും കരിയാണ്ട് നമുക്ക് കിട്ടും. അത് കുറച്ച് നേരം മൂടി വെക്കുക, ഒരു 10 മിനിറ്റോളം മൂടി വെച്ചതിന് ശേഷം നമുക്ക് സ്റ്റവിൽ നിന്ന് മാറ്റി വെച്ചതിന് ശേഷം മൂടി വെക്കുക. അതിനുശേഷം 10 മിനിറ്റിന് ശേഷം നമുക്കിത് ഉപയോഗിക്കാം. ഇത് വളരെ ടേസ്റ്റിയാണ്, എല്ലാവരും ട്രൈ ചെയ്യണം. പിന്നെ ഇതിൻ്റെ മേലെ ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ വറുത്തിടാം. ഞാനിതിവിടെ ചെയ്യാറില്ല പുലാവ് ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക്സ്.